ഹായ് ഹലോ ഓൾ വെൽക്കം ടു വരാന്തറിസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മൾ ഇന്നത്തെ ജിയോ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ ഒരു സെഷൻ കാണാനായിട്ട് എത്തുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുമ്പോൾ സർക്കിൾസ്, അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരയ്ക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിളിൽ നമ്മൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ എക്സ്ട്രീം വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പർ ബാച്ചസ് ഉണ്ട്. എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകൾ ഉണ്ടാവും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്രോഗ്രാംസ്, ഈ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽസ് ആയിരിക്കും ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ ഒരു മെത്തേഡ് 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SSC അതുപോലെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ് ഇൻ ഇന്ത്യ? അതായത് മാംഗനീസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് ഒഡീഷ, ഓപ്ഷൻ സി വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് കർണാടക. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ്, മാംഗനീസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ്, ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശാണ് റൈറ്റ് ആൻസർ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ്. ഓക്കെ, അപ്പോൾ മാംഗനീസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാംഗനീസ് നേച്ചറിൽ ഫ്രീ എലമെൻ്റ് ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ ഓറ് നോക്കുവാണെങ്കിൽ പൈറോലുസൈറ്റ്. ഓക്കെ, മാംഗനീസിൻ്റെ വൈഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് വരുന്നത് അത് ഈ അയൺ അതുപോലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസിലാണ്. ഓക്കെ, അപ്പോൾ യൂസ്ഡ് ഇൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം മാംഗനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 1 ടൺ സ്റ്റീല് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 kg മാംഗനീസ് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 1 ടണ്ണാണ് സ്റ്റീല് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈഡ് ആപ്ലിക്കേഷനാണ് ഈ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ മാംഗനീസിനെ കൊണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മാംഗനീസിൻ്റെ മറ്റ് യൂസസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടി മാംഗനീസ് യൂസ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ക്യാന്, അപ്പോൾ അതിൽ അലുമിനിയം യൂസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റിഫ്നെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാംഗനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ, അതിൽ അലുമിനിയത്തിൽ മേക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാനിന് ആ ഒരു സ്റ്റിഫ്നെസ് കൊടുക്കുന്നത് മാംഗനീസാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ മാനുഫാക്ചറിങ്ങിന് ഈ ഒരു മാംഗനീസിൻ്റെ യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാനിൽ സ്റ്റിഫ്നെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാംഗനീസ് അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റ് യൂസ് നോക്കുകയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ മാനുഫാക്ചറിങ്ങിനും മാംഗനീസിൻ്റെ യൂസ് ഉണ്ട്. ഓക്കെ,
ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒഡീഷ. ആക്ച്വലി മാക്സിമം എമൗണ്ട് ഓഫ് മാംഗനീസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് തന്നെയാണ്. എന്നാൽ ഒഡീഷ നോക്കുകയാണെങ്കിൽ അവിടെ ഹയസ്റ്റ് നമ്പർ ഓഫ് റിസർവുകളുണ്ട് മാംഗനീസിൻ്റെ. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം മാംഗനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. അതേസമയം ഹയസ്റ്റ് നമ്പർ ഓഫ് മാംഗനീസ് റിസർവ്സ് ഉള്ളത് ഒഡീഷയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കൺട്രി ഇന്ത്യ എന്ന് പറയുമ്പോൾ ടോപ്പ് പ്രൊഡ്യൂസേഴ്സിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. മാംഗനീസിൻ്റെ ടോപ്പ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൽ 5th പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, 5th പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ്. അപ്പോൾ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ആ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ഗാബോൺ, ചൈന. ഓക്കെ, 5th പൊസിഷനിലാണ് ഇന്ത്യ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, മാംഗനീസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ് ആണെന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ മധ്യപ്രദേശാണ്. പിന്നെ മറ്റ് പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രീ എലിമെൻ്റ് ആയിട്ട് നാച്ചുറലിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഓർ എന്ന് പറയുന്നത് പൈറോലിസൈറ്റ് ആണ്. ഓക്കെ, വൈഡ് ആപ്ലിക്കേഷൻ വരുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് 1 കിലോഗ്രാം മാംഗനീസിൽ നിന്നും 1 ടൺ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ മറ്റ് യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻസ്, അലുമിനിയത്തിൽ മേക്കപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാനിന് സ്റ്റിഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാംഗനീസ് അലോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു നല്ലൊരു ക്വസ്റ്റനായിട്ട് വേണമെങ്കിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ബ്ലീച്ചിങ് പൗഡർ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യൂസും കൂടെ പറയാം, അതായത് പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് ബ്രൗൺ പിഗ്മെൻ്റ് ആയിട്ട് മാംഗനീസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് എ ബ്ലാക്ക് ബ്രൗൺ പിഗ്മെൻറ്റ്. അതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ പെയിൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി. അപ്പോൾ പെയിൻറ്റ് ഇൻഡസ്ട്രിയിലും മാംഗനീസിൻ്റെ യൂസ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള 2 പോയിന്റുകളാണ് ഇത് രണ്ടും. അതായത് മാക്സിമം മാംഗനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മധ്യപ്രദേശ് ആണെങ്കിൽ മാംഗനീസിൻ്റെ റിസർവ്സ് കൂടുതലുള്ളത് ഒഡീഷയാണ്. ഓക്കെ, അതും ഒരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെയിൻ ടൈപ്സ് ഓഫ് അയൺ ഓർസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ? ഓക്കെ, അപ്പോൾ താഴെ 4 ടൈപ്പ് അയൺ ഓറുകൾ തന്നിട്ടുണ്ട്. അതിൽ കൂടുതലായി അല്ലെങ്കിൽ മെയിനായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സൈഡ്രൈറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1 and 2, പിന്നെ 2 and 4, 1, 2, 4, പിന്നെ 1 and 3. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? 4 ടൈപ്പ് ആണ് വരുന്നത് അയൺ ഓർ. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ് ആൻഡ് സൈഡ്രൈറ്റ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി. അപ്പം ഇന്ത്യയിലും മെയിനായിട്ട് കാണപ്പെടുന്ന അയൺ ഓറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെമറ്റൈറ്റും അതുപോലെ മാഗ്നറ്റൈറ്റുമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഹെമറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ ഹെമറ്റൈറ്റ് നോക്കുവാണെങ്കിൽ ഹൈ ക്വാളിറ്റി അയൺ ഓറാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ ഒരു ഹെമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 70% മെറ്റാലിക് കണ്ടൻ്റ് ആണ്.
മീൻസ് 70% അയൺ കണ്ടന്റ് ആണ്. പിന്നെ ഇത് കാണപ്പെടുന്നത് ധർവാഡ് ആൻഡ് കുഡാപ്പ റോക്ക് സിസ്റ്റം. എവിടെ കാണുന്നു എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ധർവാഡ് ആൻഡ് കുഡാപ്പ റോക്ക് സിസ്റ്റത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇവയുടെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ റെഡിഷ് അപ്പിയറൻസ് ആണ്. ഓക്കെ, റെഡിഷ് അപ്പിയറൻസ് ആണ് ഹെമറ്റൈറ്റിന് ഉള്ളത്. ഓക്കെ, ഹൈ ക്വാളിറ്റി അയൺ ഓർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് മാഗ്നറ്റൈറ്റ്. ഓക്കെ, രണ്ടാമത് മാഗ്നറ്റൈറ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റൈറ്റ് നോക്കുവാണെങ്കിൽ മാഗ്നറ്റൈറ്റിൽ 60 to 70% മെറ്റാലിക് കണ്ടന്റ് ആണ് ഉള്ളത്. ഓക്കെ, 60 to 70% മെറ്റാലിക് കണ്ടന്റ്. ഇവിടെ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറേഷനാണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഹെമറ്റൈറ്റ് പോലെ തന്നെ കൂടുതലായി കാണപ്പെടുന്നത് ഈ ഒരു മാഗ്നറ്റൈറ്റും കൂടുതലായി കാണപ്പെടുന്നത് ധർവാഡ് ആൻഡ് കുഡാപ്പ റോക്ക് സിസ്റ്റത്തിൽ തന്നെയാണ്. കുഡാപ്പ ആൻഡ് ധർവാഡ് റോക്ക് സിസ്റ്റത്തിലാണ് മാഗ്നറ്റൈറ്റും കാണപ്പെടുന്നത്. ഇനി ഈ മാഗ്നറ്റൈറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് നേച്ചർ. ഓക്കെ, മാഗ്നറ്റിക് നേച്ചർ ഉള്ള അയണോർ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം മാഗ്നറ്റൈറ്റ് ആണ് ആൻസർ. ഓക്കെ, ഇനി മറ്റ് രണ്ട് ടൈപ്പും കൂടി നമുക്ക് നോക്കാം. ലിമോണൈറ്റ്. ഓക്കെ, ലിമോണൈറ്റ് നോക്കുവാണെങ്കിൽ ലിമോണൈറ്റിൻ്റെ കളറേഷൻ യെല്ലോയിഷ് ആണ്. യെല്ലോ അപ്പിയറൻസ് ആണ് ലിമോണൈറ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു 40 to 60% ആണ് മെറ്റാലിക് കണ്ടന്റ്. ഓക്കെ, 40 to 60% ആണ് മെറ്റാലിക് കണ്ടന്റ് വരുന്നത്. ഒരു യെല്ലോ അപ്പിയറൻസ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു ഇൻഫീരിയർ ക്വാളിറ്റിയിലുള്ള അയണോർ കൂടിയാണ്. ഓക്കെ, ഇൻഫീരിയർ ക്വാളിറ്റിയിൽ വരുന്ന അയണോറാണ് ലിമോണൈറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സൈഡ്രൈറ്റ് ആണ്. ഓക്കെ, സൈഡ്രൈറ്റ്. അപ്പോൾ സൈഡ്രൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പുവർ ക്വാളിറ്റി അയണോറാണ് സൈഡ്രൈറ്റ്. ഓക്കെ, സൈഡ്രൈറ്റിൽ 40-ലും താഴെയാണ് മെറ്റാലിക് കണ്ടന്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 40% ആണ് മെറ്റാലിക് കണ്ടന്റ്. ഓക്കെ, ലെസ് ദാൻ 40% ആണ് സൈഡ്രൈറ്റിലെ മെറ്റാലിക് കണ്ടന്റ്. അതുപോലെ ഇതിൽ ഇംപ്യൂരിറ്റീസിൻ്റെ അംശം ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഹൈ ഇംപ്യൂരിറ്റീസ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് വാല്യൂ ലെസ് ആണ്. ഓക്കെ, ലോ എക്കണോമിക് വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഈ സൈഡ്രൈറ്റിൻ്റെ കേസിൽ പറയാൻ പറ്റുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം, സെൽഫ് ഫ്ലക്സിങ്ങിന് വിധേയമാകുന്ന അയണോർ താഴെ പറയുന്നവയിൽ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ സൈഡ്രൈറ്റ് ആണ്. ഓക്കെ, വിച്ച് അണ്ടർഗോസ് സെൽഫ് ഫ്ലക്സ്.
അപ്പോൾ സെൽഫ് ഫ്ലക്സിങ്ങിന് വിധേയമാകുന്നത് സൈഡ്രേറ്റ് ആണ്. എന്തുകൊണ്ട് സെൽഫ് ഫ്ലക്സിങ്ങിന് വിധേയമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈമിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലൈം. ഓക്കെ, ലൈമിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് സെൽഫ് ഫ്ലക്സിങ്ങിന് വിധേയമാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടൈപ്പ് അയൺ ഓറും കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്ന അയൺ ഓറിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് കാണപ്പെടുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 and 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി UPSC CAPFൻ്റെ ക്വസ്റ്റ്യന് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ഹയസ്റ്റ് റിസർവ് ഓഫ് ഹെമറ്റൈറ്റ് ഓർ ഇൻ ഇന്ത്യ? ഹെമറ്റൈറ്റ് നമ്മൾ മുന്നേ കണ്ടു, അയൺ ഓറിൻ്റെ ഹൈ ക്വാളിറ്റി ഓറാണ് ഈ പറയുന്ന ഹെമറ്റൈറ്റ്. അപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് ഈ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ വന്നിരിക്കുന്നത് രാജസ്ഥാൻ, തമിഴ്നാടു, മഹാരാഷ്ട്ര, ഒഡീഷ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഹയസ്റ്റ് റിസർവ് ഓഫ് ഹെമറ്റൈറ്റ്, അതായത് അധികമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്ന റിസർവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അല്ലെങ്കിൽ കൂടുതൽ റിസർവ്സ് താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റിലാണ്? അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒഡീഷയാണ് നമ്മുടെ റൈറ്റ് ആൻസർ, ഹെമറ്റൈറ്റ് ഓർ. അപ്പോൾ ഹെമറ്റൈറ്റ് ഓർ ഹയസ്റ്റ് റിസർവ് ഉള്ളത് ഒഡീഷയിലാണ്. ഓക്കെ, അതിൽ ഒഡീഷയിൽ ബാരാബിൽ കോയിഡർ വാലിയിലാണ് കൂടുതലായും ഹെമറ്റൈറ്റ് ഓർ മൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കുവാണെങ്കിൽ മൊത്തം ടോട്ടൽ ഇന്ത്യയിൽ 33% വരുന്നത് ഈ പറയുന്ന ഒഡീഷയിലെ ഈ ബാരാബിൽ കോയിഡർ വാലിയിൽ നിന്നുമാണ്. ഓക്കെ, അതുപോലെ ജാർഖണ്ഡിലെ നാവ്മുണ്ടി മൈൻസ് ഇൻ സിംഗ്ഭൂം. ഓക്കെ, ജാർഖണ്ഡിലാണെങ്കിൽ മൊത്തം ടോട്ടലിന് 26% വരുന്നത് ജാർഖണ്ഡിലാണ്. ഓക്കെ, 33% ഒഡീഷ. ഓക്കെ, അതുപോലെ ഛത്തീസ്ഗഡിലെ ബൈലാഡില മൈൻസ് ഇൻ ബസ്തർ. അപ്പോൾ ഇത് മൂന്നും ടോപ്പ് പ്രൊഡ്യൂസേഴ്സാണ്, ഹെമറ്റൈറ്റ് ഓറിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സാണ് ഈ 3 സ്റ്റേറ്റ്സും. ഓക്കെ, അതിൽ ടോപ്പിൽ നിൽക്കുന്നത് ഒഡീഷയാണ്. ഓക്കെ, അതിൽ 33% വന്നിരിക്കുന്നത് ഒഡീഷയാണ്. അതിൽ ബാരാബിൽ കോയിഡർ വാലി അവിടെ നിന്നാണ് കൂടുതലും മൈൻ ചെയ്തെടുക്കുന്നത്. ജാർഖണ്ഡ് 26%, നാവ്മുണ്ടി മൈൻസ് സിംഗ്ഭൂം ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ ഛത്തീസ്ഗഡിൽ ബൈലാഡില മൈൻസ് ഇൻ ബസ്തർ. അപ്പോൾ ഛത്തീസ്ഗഡ് വരുമ്പോൾ അവിടെ 18% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹെമറ്റൈറ്റ് ഓറിൻ്റെ കേസാണ് പറഞ്ഞത്. അതുപോലെ മാഗ്നറ്റൈറ്റ് നോക്കാം. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു കൂടുതലായി കാണപ്പെടുന്നത്, മെയിനായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഈ 2 വെറൈറ്റീസാണ്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഇതിൽ ഹെമറ്റൈറ്റിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സാണ് ഈ 3, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഓക്കെ, അതുപോലെ മാഗ്നറ്റൈറ്റ് നോക്കുവാണെങ്കിൽ അതിൽ മൊത്തത്തിൻ്റെ മോർ ദാൻ ഹാഫ് വരുന്നത് കർണാടകയാണ്. ഓക്കെ, 73% കർണാടകയിലാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നോക്കുവാണെങ്കിൽ അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് കർണാടകയാണ്, 73% ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ 14%,
ദെൻ രാജസ്ഥാനിൽ 5% ആണ് വരുന്നത്. അതുപോലെ തമിഴ്നാടു 49% ആണ് വരുന്നത്. 49% ആണ് തമിഴ്നാട് വരുന്നത്. ഓക്കെ. പിന്നെ നോക്കുവാണെങ്കിൽ അയൺ ഓറിൻ്റെ 5th ലാർജസ്റ്റ് അല്ലെങ്കിൽ 5th പൊസിഷനിൽ നിൽക്കുന്ന എക്സ്പോർട്ടർ കൺട്രി കൂടിയാണ് ഇന്ത്യ. ഓക്കെ. 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ. ഏതിൻ്റെ? അയൺ ഓറിൻ്റെ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അയൺ ഓറിൻ്റെ 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഇന്ത്യയാണ്. ഓക്കെ. അതേസമയം ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യൻ അയണിൽ ഇന്ത്യൻ അയൺ ബൈ ചെയ്യുന്ന കൺട്രി, അതിൽ ഫസ്റ്റ് പൊസിഷനിൽ ജപ്പാനാണ്. ഓക്കെ. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ബയർ ഓഫ് ഇന്ത്യൻ അയൺ, ഇന്ത്യൻ അയണിൻ്റെ ബയർ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ. ഓക്കെ. അപ്പോൾ 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ഇന്ത്യ, എന്നാൽ ഫസ്റ്റ് ബയർ എന്ന് പറയുന്നത് ജപ്പാൻ. ഓക്കെ. അപ്പോൾ ഇത് MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. MTSന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് മിനറൽ ഫൗണ്ട് ഇൻ കൊഡർമ ആൻഡ് ഗിരിദി ഡിസ്ട്രിക്ട് ഓഫ് ജാർഖണ്ഡ് ഈസ് യൂസ്ഡ് ഫോർ പവർ ഇൻഡസ്ട്രി, പെയിൻറ്റ്, പിഗ്മെൻറ്റ് ഇൻഡസ്ട്രി എക്സെട്ര. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് മിനറലാണ് ഈ പറയുന്ന കൊഡർമ, അതുപോലെ തന്നെ ഗിരിദി ഡിസ്ട്രിക്റ്റ് എവിടെയാണ് വരുന്നത്? ജാർഖണ്ഡ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് മിനറലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ക്യാനൈറ്റ്, മൈക്ക, ആസ്ബസ്റ്റോസ് ആൻഡ് ക്വാർട്സ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മൈക്കയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ മൈക്ക എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു നമ്മളിവിടെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് ആൻഡ് പിഗ്മെൻറ്റ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പവർ ഇൻഡസ്ട്രി. ഈ മൈക്ക എന്ന് പറയുന്നത് ഒരു നല്ല ഇൻസുലേറ്ററാണ്, ഗുഡ് ഇൻസുലേറ്ററാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്കയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പവർ ലോസ് ഫാക്ടർ കുറവാണ്. ഓക്കെ. ലോ പവർ ലോസ് ഫാക്ടർ. ലോ പവർ ലോസ് ഫാക്ടർ. പിന്നെ മൈക്കയുടെ മറ്റ് യൂസസ് നോക്കുവാണെങ്കിൽ ടൂത്ത് പേസ്റ്റ്, അതുപോലെ കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് മൈക്ക യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഷൈനി അപ്പിയറൻസ് കൂടിയുണ്ട്. ഷൈനി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗ്ലിറ്ററിങ് അപ്പിയറൻസ്. ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നോക്കുവാണെങ്കിൽ ജാർഖണ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്.
ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ജാർഖണ്ഡ് അതുപോലെ ആന്ധ്രാപ്രദേശ് ഒക്കെയാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ടോപ്പ് എക്സ്പോർട്ടറാണ് ഈ ഒരു മൈക്കയുടെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ക്വസ്റ്റൻ എന്ന് പറയുന്നത് കൊഡർമ ആൻഡ് ഗിരിധി ഡിസ്ട്രിക്റ്റ്. CPOക്ക് ചോദിച്ച ക്വസ്റ്റനാണ്, CPOക്ക് വന്ന ഒരു ക്വസ്റ്റനാണ്. കൊഡർമ ആൻഡ് ഗിരിധി ഡിസ്ട്രിക്റ്റ്, ജാർഖണ്ഡിലെ കൊഡർമ ആൻഡ് ഗിരിധി ഡിസ്ട്രിക്റ്റിൽ കാണപ്പെടുന്ന മിനറൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മൈക്ക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് നഹർകാട്ടിയ ഓയിൽ ഫീൽഡ് സിറ്റുവേറ്റഡ്? ഓക്കെ, നഹർകാട്ടിയ ഓയിൽ ഫീൽഡ് താഴെ പറയുന്ന സ്റ്റേറ്റ്സിൽ ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, MTSന് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഓപ്ഷൻ നോക്കുവാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആസാം, വെസ്റ്റ് ബംഗാൾ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നഹർകാട്ടിയ ഓയിൽ ഫീൽഡ് ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആസാം. ആസാം. ഓക്കെ, അപ്പോൾ ഏഷ്യയിൽ തന്നെ ആദ്യം ഓയിൽ വെല്ല് ഡിഗ് ചെയ്യുന്നത് ആസാമിലാണ്. ഓക്കെ, ഫസ്റ്റ് ഓയിൽ വെൽ ഓക്കെ. അപ്പോൾ അതുപോലെ 1953 ആസാമിലെ ദിഗ്ബോയിൽ ഈ ഓയിൽ ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1954. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആസാമിലെ ദിഗ്ബോയ് ഓയിൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദിഗ്ബോയ് ആണ്. ഓയിൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു വിശേഷണം ഉണ്ട് ദിഗ്ബോയ്, ആസാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നഹർകാട്ടിയ ഓയിൽ ഫീൽഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആസാം ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കാണ്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ റിമൈനിങ് കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത സെഷനിലേക്ക് കാണുന്നവരേക്കും ബൈ.